RSSന്റെ പത്രമായിട്ടുള്ള കേസരിയുടെ ചീഫ് എഡിറ്റർ NR മധുവിന്റെ ഒരു പ്രസ്താവന പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അയാൾ പറഞ്ഞത്, അല്ലെങ്കിൽ ആ മലരൻ പറഞ്ഞത്, കേരളത്തിൽ ഷവർമ്മ കഴിച്ച് മരിക്കുന്നവരിൽ ആയിഷയോ മുഹമ്മദോ തോമസോ ഇല്ലെന്നും മരിക്കുന്നവർ മുഴുവൻ ഹിന്ദു ആണെന്നും, പിന്നെ അത് മാത്രമല്ല വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമില്ല, എന്നാൽ വേടന്റെ പാട്ട് ഭീകരവാദവും വിഘടനവാദവും പ്രോത്സാഹിപ്പിക്കുന്നു. വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാ ആഭാസമായി മാറുകയാണ് വേടൻ എന്ന കലാകാരൻ. അയാളുടെ പിന്നിൽ സ്പോൺസർമാരുണ്ട്. സൂക്ഷ്മമായി നോക്കിയാൽ അത് ഭാരതം വിഘടിക്കുന്നത് സ്വപ്നം കണ്ടു കഴിയുന്ന ശക്തികളാണെന്ന് കൃത്യമാണ്. അങ്ങനെയാണ് ഇയാൾ പറഞ്ഞത്. അതായത് രണ്ട് കാര്യങ്ങളാണ് അയാൾ പ്രധാനമായിട്ടും പറഞ്ഞത്. ഒന്ന്, ഷവർമ്മ കഴിച്ച് മരിക്കുന്നവരിൽ ഹിന്ദുക്കളില്ല. ഒന്നാമത് ഷവർമ്മ എന്ന് പറഞ്ഞ ഭക്ഷണത്തിനോട് ഞാൻ ഒരിക്കലും അത്ര നല്ല ഭക്ഷണമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഭക്ഷണത്തിന്റെ അകത്ത് എന്തോ അവർ വർഗീയത കലർത്തുന്നുണ്ട്. ഈ ബീഫും മറ്റുള്ള കാര്യങ്ങളും കഴിക്കരുത്, അത് കഴിക്കുന്നവരെ തല്ലിക്കൊന്നു, അത് കഴിക്കുന്നവരെ ആക്രമിച്ചു, അത് കഴിക്കുന്നവരെ രാജ്യദ്രോഹിയാക്കിയൊക്കെയാണ് ഇവർ കാലങ്ങളായിട്ട് ഭക്ഷണത്തിൽ വർഗീയത കലർത്തിയത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഷവർമ്മക്കെതിരെയും പറഞ്ഞത്. ഷവർമ്മക്കെതിരെ പറഞ്ഞോട്ടെ, അത് നല്ല ഭക്ഷണമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനം ഇത്രത്തോളം പച്ച വർഗീയത പറയാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുന്നത്? ഈ ഭക്ഷണത്തിൽ പോലും വർഗീയത പറഞ്ഞ് ഇത്രത്തോളം വൃത്തികെട്ട മനോഭാവമായിട്ട് ജീവിക്കുന്നവരാണ് സംഘപരിവാർ എന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതിൽ അദ്ദേഹം ഊന്നി പറഞ്ഞ രണ്ട് പേരുകൾ, മുഹമ്മദും ആയിഷയും മുസ്ലിം സമുദായം അല്ലെങ്കിൽ ഇസ്ലാമിക് സമുദായം എത്രത്തോളം ബഹുമാനത്തോടെ കാണുന്ന രണ്ട് പേരുകളാണെന്ന് മനസ്സിലാക്കണം. വേറെ ഏതെങ്കിലും ഒരു പേരല്ല പറഞ്ഞത്, അല്ലെങ്കിൽ വെറുതെ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞതല്ല. രണ്ട് പേരുകൾ അയാൾ എടുത്തു പറഞ്ഞു. അപ്പൊ അയാൾ ഉദ്ദേശിക്കുന്ന വർഗീയതയുടെ ആഴം, അയാൾ ഉദ്ദേശിച്ച വർഗീയത എവിടേക്കാണ് എന്നുള്ളത് വരെ ആ വാക്കുകളിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പിന്നെ അയാൾ പറഞ്ഞ വേടനെതിരെ, വേടന്റെ ജാതിയും വേടന്റെ കളറും വേടന്റെ രാഷ്ട്രീയം ഈ സംഘപരിവാർ ഹാൻഡിലുകൾക്ക്, സംഘപരിവാർ നേതാക്കന്മാർക്ക് എത്രത്തോളം പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇത്രത്തോളം വർഗീയതയും ഇത്രത്തോളം വിഭാഗീയതയും ഇത്രത്തോളം വർണ്ണവെറിയും ഇത്രത്തോളം ജാതീയതയും കാണുന്ന മറ്റൊരു പാർട്ടി, ഇത്രത്തോളം വൃത്തികെട്ടൊരു ജാതികൾ, ഇത്രത്തോളം വൃത്തികെട്ടവന്മാർ ഇന്ത്യയിൽ വേറല്ല. സംഘപരിവാർ എന്ന് പറഞ്ഞാൽ ജാതിയും വർഗീയതയും മാത്രമായി മാറിയിട്ടുണ്ട്. അത് കേരളത്തിലും അങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ AKG സെന്ററിനെതിരെ പടക്കമെറിനെതിരെ സ്വമേധയാ കേസെടുത്തിട്ടുള്ള കേരള പോലീസിനോടാണ്. ഈ ഒരു വിഷയത്തിൽ സ്വമേധയാ ഒരു കേസെടുത്തിട്ട് ആ ചെങ്ങായിനെയൊക്കെ ഒരു ജയിലിലിട്ടിട്ട് വേണ്ട വിധത്തിലുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ദയവേത് തയ്യാറാവണം. എന്നാലേ മുന്നോട്ട് ഇത്തരം പ്രസ്താവനകൾ കേരളത്തിലെങ്കിലും ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം ജാതികളെ, ഇത്തരം വർഗീയ വിഷയങ്ങളെ, ഇത്തരം വർഗീയ കോമരങ്ങളെ നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്.